എല്ലാവർക്കും നമസ്കാരം. ജവാൻ ട്രാവലിൻ്റെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് എന്ന് പറയുന്നത് ഇത് തൊടുപുഴ പണ്ടപ്പള്ളി കൂടി മൂവാറ്റുപുഴയ്ക്ക് പോകുന്ന വഴിക്കാണ്. അതായത് ഇപ്പം ഞാൻ പോകുന്നത് ഒരു അടിപൊളി ഒരു കാഴ്ചയുള്ള പള്ളി കാണിക്കാനാണ്. സ്വന്തമായി വെള്ളച്ചാട്ടമുള്ള നമ്മുടെ മീൻകുന്നം സെൻറ്റ് ജോസഫ് പള്ളിയുടെ കാഴ്ചകളിലേക്കാണ് ഞാൻ എല്ലാവരെയും കണ്ണുകളെ കൊണ്ടുപോകുന്നത്. അപ്പോൾ നമുക്കിനി ആ പോകുന്ന വഴിക്കുള്ള കുറച്ച് കാഴ്ചകളും ബാക്കി കാഴ്ചകൾ അവിടെ ചെന്ന് നമുക്ക് കാണാം. ഇങ്ങനെ ഒരു കാഴ്ച ആരെയും കണ്ടോ? അടിപൊളി കാഴ്ച കേട്ടോ. ഒരു ബൈക്ക് മറ്റൊരു ബൈക്കിനെ ഇപ്പോൾ വലിച്ചുകൊണ്ട് പോകുന്ന നോക്കി സൂപ്പറല്ലേ. ഏതായാലും ഈ വഴി അടിപൊളി വഴിയാട്ടോ. പക്ഷെ വാഹനങ്ങളും കുറവാണ്. വഴി നല്ല സൂപ്പർ വഴി. ഇത് അപ്ഡേറ്റ് ആട്ടോ ഈ മൂളിക്കടെ പോകുന്നത്. അതായത് വെള്ളം പാസ് ചെയ്യുന്ന ഇവിടെ നിന്നാണ് നമ്മളിനി തിരിയുന്നത്. ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന കേട്ടോ, ഇത് പണ്ടപ്പള്ളി ജംഗ്ഷൻ. ഈ പണ്ടപ്പള്ളി ജംഗ്ഷനിൽ നിന്ന് ഇടത്തേക്ക് തിരിഞ്ഞ് കുറച്ചും കൂടി മുന്നോട്ട് വന്നിട്ട് ഒരു അക്ഡേറ്റ് ഉണ്ട്. ആ അക്ഡേറ്റിൻ്റെ അവിടെ നിന്ന് വലത്തേക്ക് തിരിഞ്ഞ് പോകുന്നതാണ് നമ്മൾ MC റോഡിലേക്ക് പോകുന്നത്. ഇരിക്കലുള്ള യാത്രയിൽ കാഴ്ച എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല കേട്ടോ. കാഴ്ച എന്ന് പറഞ്ഞാൽ നമ്മൾ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. പക്ഷേ റോഡ് സൈഡും പിന്നെ അതിൻ്റെ താഴെ കൂടെ ഒരു കനാലൊക്കെ പോകുന്നുണ്ട് കേട്ടോ. നല്ല വൈബാട്ടോ ഇവിടെ നമ്മൾ യാത്രയ്ക്ക്. ഈ വഴി എല്ലാവരും ഒന്ന് മനസ്സിൽ വെച്ചോട്ടോ. എന്നുവെച്ചാൽ നല്ല വഴിയാണ്. അതുപോലെ നമുക്ക് ഇതിവിടെ പോയ നല്ലൊരു ഭംഗിയുള്ള കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് പോകാം. ചെറിയൊരു വെള്ളച്ചാട്ടം ഉണ്ട് കേട്ടോ. നമുക്ക് അതും കാണാം. കൂട്ടുകാരെ, ഈ റോഡ് ഒരു രക്ഷയിലാട്ടോ. എന്ന് വെച്ചാൽ അങ്ങ് കിലോമീറ്ററുകളോളം നീണ്ടു കിടക്കുന്ന അടിപൊളി വഴിയാട്ടോ. അതായത് വെച്ചാൽ ഇതിവിടെ റോഡ് സൈഡ് മൊത്തം മരങ്ങളും അത്രയും നല്ല കാഴ്ചയാണ് നമുക്ക് ഇവിടെ. അതുപോലെ ഇത് ഇവിടെ ഒരു ചെറിയൊരു വെള്ളച്ചാട്ടോടെ ഞങ്ങൾ പോകുന്ന വഴിക്ക് കണ്ടതാണ്. നോക്കിയേ എന്ത് ഭംഗിയാണ്. അടിപൊളിയാട്ടോ. ആ കനാലിലേക്കാണ് വെള്ളം ഒഴുകുന്നത്. അപ്പോൾ കൂട്ടുകാരെ, എല്ലാവരും ഈ വഴി ഒന്ന് ഓർത്ത് വെച്ചേക്കണേ. അതായത് നമ്മൾ തൊടുപുഴയിൽ നിന്ന് പണ്ടപ്പള്ളി കൂടി മൂവാറ്റുപുഴയ്ക്ക് പോകുന്ന വഴിക്കാണ്. പണ്ടപ്പള്ളിയിൽ നിന്ന് നമ്മൾ MC റോഡിലേക്ക് പോകുന്ന മീൻകുന്നം പോകുന്ന വഴിക്കാണ് നമ്മുടെ ഈ സുന്ദരമായ കാഴ്ചകൾ. ഇവിടെ നല്ല അടിപൊളി ചെറിയൊരു വെള്ളച്ചാട്ടം, അതോടൊപ്പം ഇവിടെ ഒരു സ്ഥലപോദ്യാനം ഉണ്ട് കേട്ടോ, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ എല്ലാവരും ഈ ഒരു റൂട്ട് ഓർത്ത് വെക്കുക. ഇതിവിടെ വരാൻ നേരത്ത് ഇവിടേക്ക് ഒന്ന് കയറി കണ്ട് നല്ല അടിപൊളി സ്ഥലമാണ്, അടിപൊളി വഴിയാണ്. അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് കാണുക, മിസ്സാക്കരുത്. വൃക്ഷങ്ങളെ സ്നേഹിക്കുന്നവർക്കും ശലഭങ്ങളെ സ്നേഹിക്കുന്നവർക്കും പറ്റിയ ഒരു വഴിയാട്ടോ നമ്മുടെ ഈ പണ്ടപ്പള്ളിയിൽ നിന്ന് MC റോഡിലേക്കുള്ള ഈ വഴി. അവിടെ ഒരു ശലഭോദ്യാനവും ചെറിയൊരു നക്ഷത്ര വനവും എല്ലാം നമുക്ക് ഒരു അടിപൊളി കാഴ്ചയാണ് നമുക്ക് അവിടെ കാണാൻ പറ്റുന്നത്. അതുപോലെ തന്നെ അവിടെ ഒരു നാൽപ്പാമര കപ്പൽ ഉദ്യാനവും നമുക്കവിടെ കാണാൻ സാധിക്കുന്നു. നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് മീൻകുന്നം പള്ളി. അതുപോലെ പിയാത്തോടെ ഒരു വലിയൊരു ശില്പവും ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട് കേട്ടോ. ആ വെള്ളച്ചാട്ടം, നമ്മളെല്ലാം കാത്തിരുന്ന ആ വെള്ളച്ചാട്ടം കേട്ടോ ഈ കാണുന്നത്. നല്ല അടിപൊളിയായിട്ട് കെട്ടി നല്ല ഭംഗിയായിട്ട് ഇവിടെ ചെയ്തിട്ടുണ്ട് കേട്ടോ. എറണാകുളം ജില്ലയിലെ മൂവാറ്റുപുഴയിൽ നിന്നും MC റോഡിൽ കൂടി 6 കിലോമീറ്റർ സഞ്ചരിച്ചാൽ നമുക്ക് ഈ വെള്ളച്ചാട്ടമുള്ള മനോഹരമായ ഈ പള്ളിയുടെ അടുത്തെത്താം. ഹൈവേ സൈഡിൽ കുന്നിൻ്റെ മുകളിലായി സ്ഥിതി ചെയ്യുന്ന ഈ പള്ളിയും പള്ളിയുടെ മുറ്റത്തുകൂടി ഒഴുകുന്ന ഈ വെള്ളച്ചാട്ടവും കാണാൻ അതിമനോഹരമായ ഒരു കാഴ്ച തന്നെയാണ്. കോതമംഗലം സീറോ മലബാർ കത്തോലിക്ക രൂപതയുടെ കീഴിലാണ് ഈ പള്ളി. ഇവിടുത്തെ നസ്രാണി ക്രിസ്ത്യാനികൾക്ക് ഏകദേശം 1500 വർഷത്തിലേറെ ചരിത്രമുള്ളതായി പറയുന്നു. ഇവിടുത്തെ പ്രധാന നാഴികക്കല്ല് എന്ന് പറയുന്നത് മൈക്കലാഞ്ചലോയുടെ പിയേറ്റയുടെ ഒരു പകർപ്പാണ്. ഇവിടെയുള്ള ശില്പം വത്തിക്കാനിലെ സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ സ്ഥിതി ചെയ്യുന്ന യഥാർത്ഥ പിയേറ്റയുടെ
ഏകദേശം 4 മടങ്ങ് വലിപ്പം ഉള്ളതാണ്. ഈ പള്ളി സ്ഥിതി ചെയ്യുന്ന എം സി റോഡിൽ, അതായത് മൂവാറ്റുപുഴയിൽ നിന്ന് വെറും 6 കിലോമീറ്റർ മാത്രം മാറി കേട്ടോ. എം സി റോഡെന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും, ഒരുമാനപ്പെട്ടവർക്ക് എല്ലാവർക്കും മനസ്സിലാവുമായിരിക്കും. ആ വഴി പോയിട്ടുള്ളവർക്ക് മൂവാറ്റുപുഴ മുതൽ കൂത്താട്ടുകുളം വരെ വളരെ വളവും തിരിവും ഉള്ള ഒരു റോഡ് തന്നെയാണ് കേട്ടോ ഈ എം സി റോഡ്. അതുപോലെ തന്നെ കുന്നിൻ്റെ മുകളിൽ നല്ല മനോഹരമായ ഒരു പള്ളിയും കൂടിയാണ് ഇത്. അത് കൂത്താട്ടുകുളം സൈഡിൽ നിന്നൊക്കെ വരാൻ നേരത്ത് ചെറിയൊരു വളവ് തിരിഞ്ഞ് പെട്ടെന്ന് മുന്നിൽ സ്റ്റെപ്പുകൾ കെട്ടിയ ഒരു പള്ളി നമ്മുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടും. അതാട്ടോ നമ്മുടെ ഈ മീൻകുന്നം പള്ളി എന്ന് പറയുന്നത്. അതുപോലെ അതിൻ്റെ സൈഡിൽ ചെറിയൊരു നല്ല മനോഹരമായ ഒരു വെള്ളച്ചാട്ടവും. പിന്നെ നമ്മൾ ഈ മൂവാറ്റുപുഴ കൂടി വല്ല തേക്കടിയോ മൂന്നാറൊക്കെ പോകുന്നവരുണ്ടെങ്കിൽ ഈ പള്ളിയൊക്കെ ഒന്ന് കണ്ടുപോകാൻ നല്ലതായിരിക്കും കേട്ടോ. എന്നാന്ന് വെച്ചാൽ ഇതിൻ്റെ സൈഡിലെ വെള്ളച്ചാട്ടമാണ് എല്ലാവരെയും ആകർഷിക്കുന്ന ഒരു വെള്ളച്ചാട്ടമാണ്. അപ്പോൾ അവിടെ കുളിക്കാനും, അതുപോലെ അച്ഛൻ ഈ ഞായറാഴ്ച അവിടെ ഗ്രൗണ്ടിലെ പന്തുകളിയൊക്കെ കഴിഞ്ഞ്, പിള്ളേരുടെ കൂടുതൽ പന്തുകളിയൊക്കെ കഴിഞ്ഞ് ഈ പൂളിൽ വന്ന് പിള്ളേരെയൊക്കെ വന്ന് ചാടിച്ച് നീന്തലൊക്കെ പഠിപ്പിക്കാറുണ്ടെന്നാണ് എനിക്ക് അവിടുന്ന് അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് കേട്ടോ. ഏതായാലും ആ അച്ഛൻ നല്ലൊരു അച്ഛനാണ്. എന്ന് വെച്ചാൽ എല്ലാവരെയും നീന്തലൊക്കെ പഠിപ്പിക്കാനുള്ള ഒരു നല്ലൊരു മനസ്സ് അച്ഛന് ഉള്ളതുകൊണ്ട് പിള്ളേർക്കൊക്കെ വളരെ സന്തോഷമാണ്. എന്ന് വെച്ചാൽ കളിയൊക്കെ കഴിഞ്ഞ് അതിൻ്റെ അകത്ത് നിന്ന് വെള്ളത്തിൽ നിന്നൊക്കെ ചാടുക എന്ന് പറയുന്നത് വളരെ സന്തോഷമുള്ള ഒരു കാര്യമായിരിക്കും. കൂട്ടുകാരെ, എത്ര പെട്ടെന്നാലേ ഒരു സ്ഥലമൊക്കെ പ്രശസ്തമാകുന്നത്. ഒരു സുപ്രഭാതത്തിൽ അങ്ങനെ അധികം പ്രശസ്തമാകാത്ത ഒരു സ്ഥലം പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ പ്രശസ്തമാകാനുള്ള ചില കാരണങ്ങളൊക്കെ കാണും. അപ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഈ നിൽക്കുന്നിടത്ത് ഇവിടെ നേരത്തെ ഇവിടെ ഒരു കെട്ടിടം ഉണ്ടായിരുന്നു കേട്ടോ, സർക്കാർ ഭൂമിയായിരുന്നു. അപ്പോൾ അതിപ്പോൾ ഇവിടുന്ന് മാറ്റി സ്ഥാപിച്ചു. അപ്പോൾ അങ്ങനെയാണ് ഇവിടെ ഈ വെള്ളച്ചാട്ടം കാണാൻ സാഹചര്യം. ഈ വെള്ളച്ചാട്ടം വന്നതിന് ഇവിടെ വളരെ പ്രശസ്തമായി അനേകം ആൾക്കാരാണ് ഇവിടെ ടൂറിസ്റ്റുകൾ വന്ന് ഫോട്ടോ എടുക്കുന്നതും അതുപോലെ നല്ല കാഴ്ചകളൊക്കെ കണ്ട് തിരിച്ചു പോകുന്നതും. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള കാഴ്ചകൾ കാണാം. എത്ര സുന്ദരമായ സ്ഥലം, നല്ല അടിപൊളി വെള്ളച്ചാട്ടം. ഇവിടെ നല്ല നിരത്തി നല്ല അടിപൊളിയാക്കി ഇട്ടേക്കും കേട്ടോ. നോക്കി ആ വെള്ളം വന്ന് ചാടുന്ന കാഴ്ച, നല്ല ചാട്ടിലടിക്കുന്നുണ്ട് കേട്ടോ. നല്ല അടിപൊളി കാഴ്ച. ഇവിടെ നല്ല അടിപൊളിയായിട്ട് ഇവിടെ കെട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ. അതായത് ഈ പള്ളിക്കാരെല്ലാം ഒരുമിച്ച് ഇവിടെ വരുന്നവർക്കൊക്കെ കുളിക്കാനായിട്ട് ഇവിടെ ചെറിയൊരു പൂളുണ്ടാക്കിയിട്ടുണ്ട്. ഒരു അപകടമില്ലാതെ നല്ല അടിപൊളിയായിട്ട് കുളിച്ച് നമുക്ക് സന്തോഷിച്ച് നമുക്ക് തിരിച്ചു പോകാം. അപ്പോൾ കൂട്ടുകാരെ, ഈ കാണുന്ന വഴി എന്ന് പറഞ്ഞാൽ എം സി റോഡ് കേട്ടോ. അതായത് മൂവാറ്റുപുഴ ചങ്ങനാശ്ശേരി ഹൈവേ ആണ്. മൂവാറ്റുപുഴയിൽ നിന്ന് ഒരു 6 കിലോമീറ്റർ കൂത്താട്ടുകുളം എത്തണ്ട. അപ്പം 6 കിലോമീറ്റർ പോകുന്നത് നമുക്ക് ഈ മനോഹരമായ സ്വന്തമായ വെള്ളച്ചാട്ടമുള്ള നമ്മുടെ ഈ മനോഹരമായ സെൻറ്റ് ജോസഫ് മീൻകുന്നം പള്ളിയുടെ അടുത്തെത്താം. അപ്പോൾ ഈ ഹൈവേ വഴി അല്ലാതെ ഇതിനൊക്കെ പോകുന്നവർക്കൊന്ന് കണ്ട് ഒന്ന് കുളിച്ചിട്ട് പോകാൻ നല്ല അടിപൊളി ഒരു സ്ഥലമാണ്. അപ്പോൾ ആരും ഇതൊന്നും കാണാതെ പോകരുത്. ഇവിടെ വരുന്നവരൊക്കെ കണ്ട് നല്ല അടിപൊളി വെള്ളമാണ് കേട്ടോ. ഇത് വളരെ ഉയരത്തിൽ നിന്ന് വരുന്ന വെള്ളമാണ്. നല്ല കണ്ണീര് പോലത്തെ വെള്ളം. അപ്പോൾ ആർക്കും ഇഷ്ടപ്പെടും കേട്ടോ. ഒരു പള്ളിയും അതിനോടനുബന്ധിച്ചുള്ള ഇവിടെ ഗ്രോട്ടോയും പിയാത്തോടെ ഒരു ശില്പമൊക്കെ ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. പ്രാർത്ഥിച്ച് നമുക്ക് കുളിച്ച് പ്രാർത്ഥിച്ച് നമുക്ക് സന്തോഷത്തോടുകൂടി കടന്നു പോകാൻ പറ്റിയ ഒരു അടിപൊളി സ്ഥലമാണ്. അപ്പോൾ എല്ലാവരും ഇത് കണ്ട് അടിപൊളിയായിട്ട് സന്തോഷത്തോടു കൂടി പോകുക. ഇവിടെ അടുത്ത സ്കൂളുണ്ട് കേട്ടോ. ആ സ്കൂളിലെ പിള്ളേർ ഇതിൻ്റെ മുറ്റത്ത് കളിക്കുന്നുണ്ട്. ഹായ്. ഈ പള്ളിയുടെ അവിടെ നിന്നും ആകാശത്ത് മേഘങ്ങൾ നിൽക്കുന്ന നല്ല ആ സുന്ദരമായ കാഴ്ച ഒന്ന് ശ്രദ്ധിച്ചു നോക്കി. നമ്മുടെ ഈ പള്ളിയുടെ മുറ്റത്തു നിന്നുള്ള റോഡിലേക്ക് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച കേട്ടോ. എന്ത് ഭംഗിയാണെന്നറിയാമോ ഇതിവിടെ കാണാൻ. ഇത്ര സുന്ദരമായ ഒരു കാഴ്ചയാണ് കണ്ടോ. അതുപോലെ തന്നെ ഇവിടെ നേരെ നോക്കാൻ നേരത്ത് ഇത് ആ മലയുടെ മുകളിലായിട്ടാട്ടോ ഇതിൻ്റെ കുരിശുപള്ളി സ്ഥിതി ചെയ്യുന്നത്.
ഈ പള്ളിക്ക് നേരെ ഓപ്പോസിറ്റായിട്ടാണ് അത് സ്ഥിതി ചെയ്യുന്നത്. നമ്മൾ ഈ മീൻകുന്നം പള്ളിയുടെ തിരുരക്തമല കുരിശുമലയിലേക്കാണോ നമ്മളിപ്പോൾ കയറി പോയിക്കൊണ്ടിരിക്കുന്നത്. അമ്മ ഒരു രക്ഷയില്ലാട്ടോ, ഭയങ്കര കയറ്റമാണ്. വണ്ടി കയറുമില്ലയോ എന്ന് എനിക്ക് കയറി ചെല്ലാൻ നേരത്തെ അറിയാം, വണ്ടി വലിമുട്ടുമോ ഇല്ലയെന്ന്. അപ്പോൾ നമ്മളങ്ങനെ മീൻകുന്നം സെൻറ്റ് ജോസഫ് പള്ളിയുടെ കുരിശ് പള്ളിയിലെത്തിയിരിക്കുക കേട്ടോ. അപ്പോൾ ആ പള്ളിയുടെ ഓപ്പോസിറ്റ് കാണുന്ന കുരിശുമല ഇതാട്ടോ. അപ്പം അതിൻ്റെ അവിടെ മുറ്റത്ത് എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമുക്കിനി അതിൻ്റെ മുന്നിൽ പോയി നമുക്ക് കാണാം എല്ലാം. ഈ കുരിശുപള്ളിയുടെ മുറ്റത്ത് താഴ്ഭാഗത്തേക്ക് നോക്കുമ്പോൾ നമ്മുടെ മെയിൻ റോഡും എല്ലാം കാണുന്ന എന്തൊരു ഭംഗിയാണ് കേട്ടോ നമ്മുടെ പള്ളി. അപ്പോൾ ഈ മലമുകളിൽ ഇത് യേശു കർത്താവ് എല്ലാവരും അനുഗ്രഹിക്കുന്ന ആ രൂപം വെച്ചേക്കുന്നത് എത്ര ഭംഗിയായിട്ടാണ്. നല്ല ഒരു കാഴ്ചയാണ് അത്. ഇപ്പോൾ ഇവിടെ നിന്നാണെങ്കിലും താഴെ റോട്ടിൽ നിന്ന് എവിടെ നിന്ന് നോക്കിയാലും നല്ല എല്ലാവരും ഒരു അത്ഭുതപ്പെടുത്തുന്ന ഒരു കാഴ്ച തന്നെയാണ് കേട്ടോ ഇത്. ഈ പള്ളിയുടെ